ഹായ് ഓൾ, എല്ലാവർക്കും QSPSC ഹസൽ PYQലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന വിമൻ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കിയാലോ. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി. 2, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ 1, 4 ആണ് തെറ്റ്. മൂന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ 1857 കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായതേത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ചോദ്യം 4, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ബന്ധമില്ലാത്തവ കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ആൻസർ. 5, ചുവടെ തന്നിട്ടുള്ളവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ്. ആറാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 2025 സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായതേത്? ഓപ്ഷൻ ബി ആണ്. 7, ഗ്രാവിറ്റി അനോമലിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയെ കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ്. 8, ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്ന ലവണജല തടാകം ഏതാണ്? ഓപ്ഷൻ സി പാങ്കോങ് സോ തടാകം. 9, സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി ഡെറാഡൂൺ. 10, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വേർതിരിക്കുന്ന കടൽ ചാനൽ ഏതാണ്? ബി 10 ഡിഗ്രി ചാനൽ. 11, ശിലാരൂപീകരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി 2 മാത്രം. 12, 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതാണ്? ഓപ്ഷൻ ഡി സൊമാലിയ. 13, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ബി 1, 2. 14, പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ 2 മാത്രം. 15, ഇന്ത്യൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ സി 3 മാത്രം. 16, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? ഓപ്ഷൻ ഡി ഇവയെല്ലാം. 17, കേന്ദ്ര ബാങ്കിൻ്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ബി 3 മാത്രം. 18, നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ശരിയായത്? ഓപ്ഷൻ സി 1, 2. 19, കേവല ഭൂരിപക്ഷ സമ്പ്രദായം എന്ന തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതെല്ലാം? ഓപ്ഷൻ സി 2, 3 മാത്രം. 20, മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന അവകാശങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. 21, അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ സി 1, 3 മാത്രം. 22, മൗലികാവകാശങ്ങളുടെ സവിശേഷതകളിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 2, 3 മുകളിൽ പറഞ്ഞവയെല്ലാം. 23, സംസ്ഥാന ഭരണകൂടത്തെ രാഷ്ട്രപതി പിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻ എ 356. 24, സ്വത്തവകാശം എന്ന നിയമപരമായ അവകാശം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ബി 300A. 25, മൗലിക കടമകൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻ സി 4A. 26, താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏത്? ഓപ്ഷൻ ഡി ട്രേഡ് യൂണിയനുകൾ. 27, അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഏത്? ഓപ്ഷൻ സി ആന. 28, 2018 പ്രളയത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ വീട് തകർന്നവയിൽ ഉൾപ്പെട്ട കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും അധിക ധനസഹായം നൽകുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പദ്ധതി ഏത്? ഓപ്ഷൻ ബി പ്രത്യുദ്ധാനം പദ്ധതി. 29, സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ സല്ലാപം മന്ദഹാസം പദ്ധതികൾ സമൂഹത്തിലെ ഏത് വിഭാഗത്തെയാണ് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻ സി വയോജനങ്ങൾ. 30, 15 മുതൽ 35 വയസ്സുവരെയുള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക കലാകായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏത്? ഓപ്ഷൻ ബി കേരളീയം. 31, മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ സ്നേഹാരാമം പദ്ധതി. 32, താഴെ സൂചിപ്പിച്ചിരിക്കുന്നവയിൽ ഏത് ഹോർമോണാണ് സ്ത്രീ ശരീരത്തിൽ ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ഓപ്ഷൻ ബി ഹ്യൂമൻ കോറിയോണിക് ഗുണാഡോട്രോപ്പിൻ. 33, ജലദോഷത്തിന് കാരണമായ രോഗകാരി ഏതാണ്? ഓപ്ഷൻ എ റൈനോ വൈറസ്. 34, യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന സന്ധിവീക്കം താഴെ സൂചിപ്പിക്കുന്നവയിൽ എന്താണ്? ഓപ്ഷൻ ബി ഗൗട്ട്. 35, മലേറിയ രോഗം പരത്തുന്ന കൊതുക് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഓപ്ഷൻ എ ഫീമെയിൽ അനോഫിലസ് കൊതുക്. 36, കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെ ആരംഭിച്ചു? ഓപ്ഷൻ ബി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. 37, ടോയ്ലറ്റുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നത് മനുഷ്യമാലിന്യങ്ങൾ അടങ്ങിയതുമായ മലിനജലമാണ്? ഓപ്ഷൻ സി ബ്ലാക്ക് വാട്ടർ. 38, താഴെ പറയുന്നവയിൽ നീളത്തിൻ്റെ യൂണിറ്റുകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി 1ഉം 3ഉം. 39, ക്രിക്കറ്റ് കളിയിൽ ഒരു ബാറ്റ്സ്മാൻ പന്ത് തുറന്നിരപ്പിൽ നിന്നും 45 ഡിഗ്രി കോണളവിൽ അടിച്ചാലാണ് സിക്സർ ലഭിക്കാൻ ഏറ്റവും സാധ്യത. ഇതിന് പിന്നിലെ ശാസ്ത്രീയ കാരണം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത്? ഓപ്ഷൻ സി 45 ഡിഗ്രി കോണളവിൽ പന്തടിക്കുമ്പോൾ പന്തിൻ്റെ ലംബ വേഗഘടകവും തിരശ്ചീന വേഗഘടകവും തുല്യമായതിനാൽ. 40, ജലലഭ്യത വളരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ ജലസംരക്ഷണം പരമാവധി ഉറപ്പാക്കിക്കൊണ്ട് ചെടികൾക്ക് കൃത്യമായ അളവിൽ വെള്ളം ലഭിക്കാൻ സഹായിക്കുന്ന ഒരു ജലസേചന രീതിയാണ് തിരിനന. തിരുനനയിൽ താഴെ പറയുന്ന ഏത് ഭൗതിക പ്രതിഭാസമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി കേശികത്വം. 41, ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്റേ പോളിമീറ്റർ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. എക്സ്റേ പോളിമെട്രി സാങ്കേതികവിദ്യ വഴി എക്സ്പോസാറ്റിന് പഠന വിധേയമാക്കാൻ കഴിയാത്ത ആകാശ വസ്തുക്കൾ ഏതെല്ലാം? ഓപ്ഷൻ എ എക്സോ പ്ലാനറ്റുകളും ധൂമകേതുക്കളും.
42 യഥാർത്ഥ വാതകങ്ങൾ ആദർശ സ്വഭാവം കാണിക്കുന്നത് ഏതെല്ലാം സാഹചര്യത്തിലാണ്? ഓപ്ഷൻ ബി താഴ്ന്ന മർദ്ദം, ഉയർന്ന താപനില. 43 ഒരു ലായനിയുടെ pH മൂല്യം 3 ആണെങ്കിൽ അതിൻ്റെ ഹൈഡ്രോണിയം അയോൺ ഗാഢത എത്രയായിരിക്കും? ഓപ്ഷൻ എ ആണ്. 44 താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങളായത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ്. 45 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2005 പ്രഖ്യാപിച്ച ഏത് മിഷനാണ് ഇന്ത്യയുടെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനമായി വിശേഷിപ്പിക്കപ്പെടുന്നത്? ഓപ്ഷൻ സി മിഷൻ സുദർശൻ ചക്ര. 46 വിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ പുത്രനായ എം രാമവർമ്മ രാജ ആദ്യ ചെയർമാനായ അക്കാദമി ഏതാണ്? ഓപ്ഷൻ എ കേരള ലളിതകലാ അക്കാദമി. 47 ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഓപ്ഷൻ സി ഹർമൻപ്രീത് കൗർ. 48 കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ മനുഷ്യന് ഒരാമുഖം എന്ന കൃതി ആരുടെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രൻ. 49 ക്ഷേത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായി എ ഡി 6-ാം ശതകം മുതൽ കേരളത്തിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്ന കലാരൂപം ഏതാണ്? ഓപ്ഷൻ സി മോഹിനിയാട്ടം. 50 ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭം ഏതാണ്? ബി മലയാളി മിഷൻ. 51 മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്ഷൻസ് വായിച്ചു പോവാം. 51 ബി, 52 സി, 53 ഡി, 54 എ, 55 എ, 56 20, 57 സി 164, 56 സി 20, 57 164 സി, 58 ഡി 5/3/2023, 59 ബി 4.71 സെൻറ്റിമീറ്റർ, 60 ഡി 48. 61 ദ ട്രഷർ വാസ് ബറീഡ് ഡാഷ് ആൻഡ് ഓൾഡ് ഓക്ക് ട്രീ, സി ആണ് ബിനീത്ത്. 62 ഫ്യൂ പീപ്പിൾ അണ്ടർസ്റ്റുഡ്, ഡി ഡിഡ് ദേ. 63 എ ആണ് ഹി ലുക്ഡ് ഓവർ ദി ഡോക്യുമെൻറ്റ്സ് ബിഫോർ സിംഗിങ്. 64 ബി ആണ് ഹി മേഡ് എ ഫോക്സ് പാസ് ടോക്കിംഗ് ടു ഹിസ് ഫ്രണ്ട് ലൗഡ്ലി ഡ്യൂറിങ് ദി സെർമണി. 65 എ ആണ് ദി ടീച്ചർ മേഡ് ദം റൈറ്റ് ആൻ എസ്സേ ക്യാൻ ബി റീഫ്രെയിംഡ് ആസ് ദേ വെയർ മേഡ് ടു റൈറ്റ് ആൻ എസ്സേ. 66 സി ആണ് ബിറ്റ്വീൻ യു ആൻഡ് മീ ദിസ് പ്ലാൻ മൈറ്റ് ഫെയിൽ. 67 എ ആണ് you would have understood it better if you had listened carefully. 68 സി ആണ് a UFO, he bought a UFO toy for his son. 69 ഡി ആണ് the bikers had a moonlit rendezvous by the riverside, ഡി ആണ്. 70 ബി ആണ് that designer dress cost her an arm and a leg means the dress is extremely costly. 71 താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ ഡി വിഡ്ഢിത്തം. 72 വില്ല് എന്നർത്ഥം വരാത്ത പദം, ഓപ്ഷൻ സി അമ്പ്. 73 ഉദാഹരണ എന്ന പദത്തിൻ്റെ വിപരീതാർത്ഥമായി വരുന്ന പദം ഏത്? ഓപ്ഷൻ ബി കൃപണൻ. 74 പെരുമ്പറ എന്ന പദം പിരിച്ചെഴുതുക, ഓപ്ഷൻ എ പെരും പ്ലസ് പറ. 75 കർത്താവ് എന്ന പദത്തിൻ്റെ എതിർലിംഗമായി വരുന്ന പദം, സി കർത്തൃ. 76 താഴെ തന്നിരിക്കുന്നവയിൽ ബഹുവചനത്തിന് ഉദാഹരണം, ഓപ്ഷൻ സി മിടുക്കർ. 77 5-6 എന്ന പദത്തെ ഘടകങ്ങളാക്കുക, ഓപ്ഷൻ എ 5-6. 78 വയറ്റത്തടിക്കുക എന്ന ശൈലിയുടെ അർത്ഥത്തെ സൂചിപ്പിക്കാത്ത പ്രയോഗം ഏത്? ഓപ്ഷൻ ഡി സന്തോഷിപ്പിക്കുക. 79 പുത്രൻ്റെ ഭാര്യ എന്ന അർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ ബി സ്നുഷ. 80 ടു റൂട്ട് ഔട്ട് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഏത്? ഓപ്ഷൻ സി ഉന്മൂലനം ചെയ്യുക. 81 ഓപ്ഷൻസ് മാത്രം വായിച്ചു പോകുന്നേ ഉള്ളേ. കേരള അബ്കാരി നിയമവുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന ശരിയായ പ്രസ്താവനകളേവ? ഓപ്ഷൻ ഡി 1, 2, 3 മാത്രം ശരിയാണ്. 82 വിമുക്തി മിഷനുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി 1, 3, 4 മാത്രം ശരി. 83 കേരള അബ്കാരി ആക്ട് പ്രകാരം കേരളത്തിൽ ഡ്രൈ ഡേ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളേവ? ഓപ്ഷൻ സി 1, 2, 4 മാത്രം ശരി. 84 NDPS നിയമവുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക, ഓപ്ഷൻ സി 2, 3, 4 എന്നിവ മാത്രം ശരി. 85 NDPS നിയമപ്രകാരം ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ദേഹപരിശോധന നടത്തുന്നതിന് ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യം ആവശ്യമാണ്. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക, ഓപ്ഷൻ എ 1, 2, 4 എന്നിവ മാത്രം ശരി. 86 ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ സി 3 മാത്രം ശരി. 87 ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് നിയമപ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ബി 3 ശരി. 88 1968 ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് നിയമപ്രകാരം താഴെ പറയുന്ന ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ എ മേൽപ്പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ്. 89 കേരള അബ്കാരി നിയമപ്രകാരം കുറ്റകരമായ പ്രവർത്തനങ്ങൾ ഏവ? ഓപ്ഷൻ എ മേൽപ്പറഞ്ഞവയെല്ലാം ശരിയാണ്. 90 കേരളത്തിൽ വിൽക്കുന്ന ബിയറിൻ്റെയും വൈനിൻ്റെയും കുറഞ്ഞതും കൂടുതലുമായ ആൽക്കഹോൾ വീര്യം യഥാക്രമം, ഓപ്ഷൻ എ 0% മുതൽ 6% വരെയും 8% മുതൽ 15% വരെയും.
91. കേരളത്തിൽ 23 വയസ്സുള്ള ഒരാൾക്ക് ജിൻ മദ്യത്തിൻ്റെ ആൽക്കഹോൾ വീര്യവും കൈവശം വയ്ക്കാവുന്ന പരമാവധി അളവ് ഓപ്ഷൻ എ ആണ്. 92. പരമാവധി 12 മണിക്കൂർ പ്രവർത്തന സമയമുള്ള ടൊഡി ഷോപ്പുകളും FL1 ഷോപ്പുകളും പ്രവർത്തിക്കുന്ന സമയപരിധി യഥാക്രമം ഓപ്ഷൻ എ ആണ്. രാവിലെ 8 മുതൽ രാത്രി 10 വരെയും രാവിലെ 9 മുതൽ രാത്രി 11 വരെയും. 93. പുകയില ഉൽപ്പന്നങ്ങൾ കൈവശം വയ്ക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും നിശ്ചയിക്കുന്ന കുറഞ്ഞ പ്രായപരിധി ഓപ്ഷൻ എ 18. 94. സിഗരറ്റ് പാക്കറ്റുകളിൽ മുന്നറിയിപ്പ് നൽകുന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന COTP നിയമത്തിലെ വകുപ്പ് ഓപ്ഷൻ സി 7. 95. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് 100 യാർഡ് ചുറ്റളവിനുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിരിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരം ഓപ്ഷൻ സി 6B. 96. ലഹരി മദ്യങ്ങളുടെ നിരോധനം ഏത് പട്ടികയിലുള്ള വിഷയമാണ് ഓപ്ഷൻ എ സംസ്ഥാന പട്ടിക. 97. വിമുക്തി മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് ഓപ്ഷൻ ബി എക്സൈസ് അഡീഷണൽ കമ്മീഷണർ. 98. ഇന്ത്യയിൽ മയക്കുമരുന്ന് വിരുദ്ധ പ്രചാരണം ഏതാണ് ഓപ്ഷൻ എ നഷാമുക്ത് ഭാരത്. 99. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ സെക്ഷൻ 65 പ്രകാരം ഒരു കുറ്റകൃത്യത്തിന് ആവശ്യമായ മാനസിക ഘടകം ഏതാണ് ഓപ്ഷൻ സി അറിവും ഉദ്ദേശ്യവും. 100. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ സെക്ഷൻ 72 പ്രകാരം പ്രധാനമായും ലക്ഷ്യമിടുന്ന വ്യക്തികളുടെ വിഭാഗം ഏത് ഓപ്ഷൻ ബി IT ആക്ട് അല്ലെങ്കിൽ ചട്ടങ്ങൾ പ്രകാരം അധികാരം വിനിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്കൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിലൂടെ എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഫഷണൽ കീയും ഫൈനൽ ആൻസർ കീയും വന്നിട്ടുണ്ടെങ്കിൽ ഫൈനൽ കീയും അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പിന്നീട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽഡ് ഡിസ്കഷൻസും ചെയ്യാറുണ്ട്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്വസ്റ്റ്യനും എടുത്ത് ഡിസ്കസ് ചെയ്ത് പോകാറുണ്ട്. എല്ലാ ലെവൽ ക്വസ്റ്റ്യൻസും ചെയ്യാറുണ്ട്. 10th +2 ഡിഗ്രി ലെവൽ എല്ലാ പ്രിലിംസും മെയിൻസും എക്സാംസും അതുപോലെ തന്നെ സ്പെഷ്യൽ എക്സാംസും ടെക്നിക്കൽ എക്സാംസും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ വിത്ത് കണക്റ്റഡ് ഫാക്ട്സ് ചെയ്യാറുണ്ട്. അതുമൊക്കെ എല്ലാവരും ഒന്ന് കയറി കണ്ട് നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ SCRT ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ന്യൂ SCRT ക്ലാസ്സസ് വിത്ത് ഓൾഡ് SCRT റിലേറ്റഡ് ഫാക്ട്സ് ആണ് ചെയ്യുന്നത്. എല്ലാത്തിൻ്റെയും പ്ലേലിസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുക. കാണാത്തവരൊന്ന് കണ്ട് നോക്കുക. തീർച്ചയായും ഉപകാരപ്പെടും. ഓക്കെ, അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.